ഫുൾ പലിശ അടച്ച് 16,000 രൂപ ലാസ്റ്റ് പലിശ ഇനത്തിൽ കൊടുക്കാനുള്ളതും കൊടുത്തിട്ടാണ് ഈ മാല ഞങ്ങൾ തിരിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ പ്രതിയുടെ കയ്യിൽ നിന്നും CA വാങ്ങിച്ച തെളിവ് കള്ളത്തെളിവാണെന്ന് ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് തെളിഞ്ഞേക്കാണ്. കാരണം എന്ന് വെച്ചാൽ അപ്പോൾ സാറ് പറഞ്ഞു, ഇതിപ്പോൾ എനിക്ക് ഇത് മനസ്സിലാവുന്നില്ല, കുറേ നമ്പറുണ്ട്, നിങ്ങളിപ്പോൾ ഇത് വിവരിച്ചു കൊണ്ടുപോവാ, ഏതൊക്കെ AC നമ്പറിൽ എന്തൊക്കെ ഉരുപ്പടികളാണ് വെച്ചേക്കുന്നതെന്ന് വിവരിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് തൂക്കി നോക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താണെന്ന് ചോദിച്ചു. അത് നിങ്ങളുടെ പറഞ്ഞു, ഇത് എൻ്റെ മാലയാണ്. റിയ ഫൈനാൻസിലെ രാജേഷിനെ ഞങ്ങൾ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: പണയം വെച്ച സ്വർണം തിരികെ നൽകാമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. അവർ സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ വരാത്തതിനാലാണ് തിരികെ സ്വർണം നൽകാത്തത്. എന്നാൽ 6 പവൻ സ്വർണമാണ് പണയം വച്ചതെന്നും 3 പവൻ തിരികെ നൽകിയെന്നും ബാക്കിയുള്ള 3 പവൻ ഫ്രീയായി തിരികെ നൽകാമെന്നും എന്നാൽ 35 പവൻ വാങ്ങി എന്നുള്ള രേഖയിൽ ഒപ്പുവെക്കണമെന്നുമാണ് രാജേഷ് പറയുന്നത് എന്നാണ് മഞ്ജു പറയുന്നത്. എന്തായാലും രാജേഷിന്റെ ശബ്ദ സന്ദേശം പ്രേക്ഷകർക്കൊന്ന് കേൾക്കാം. ഹലോ, ഇത് രാജേഷ് അല്ലേ? അതെ. റിയ ഫൈനാൻസിലെ? അതെ. ഞാൻ മീഡിയ എന്നാണ് വിളിക്കുന്നത്. അപ്പം പണയം വെച്ചിട്ടുണ്ടായിരുന്നു. ആ കേസ് ഒരു സ്റ്റേഷനിൽ വിളിച്ച് ചോദിച്ചതിന് ശേഷം മാത്രം റിപ്പോർട്ട് ചെയ്യുക നിങ്ങൾ. കേട്ടില്ല. ആ കേസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ശേഷം മാത്രം റിപ്പോർട്ട് ചെയ്യുക ഇതിന്റെ സ്റ്റേഷനുമായിട്ട്. അല്ല, ഇങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ട് അപ്പൊ ഇതിന്റെ സത്യം എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാലോ? സത്യാവസ്ഥ സ്റ്റേഷനിൽ ക്ലിയർ ചെയ്ത കേസാണ് അത് ഇതിന്റെ സ്റ്റേഷനിൽ. അപ്പൊ അവര് പറയുന്നത് വെച്ചാൽ അവർക്ക് അത് തിരിച്ചു കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അന്ന് സാറ് പറഞ്ഞില്ല ഒന്ന് വാങ്ങാൻ പറഞ്ഞാലും വാങ്ങാത്തത്. വാങ്ങാൻ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ എത്രയാണ് കൊടുക്കാന്ന് പറഞ്ഞത്? എന്തോന്ന്? നിങ്ങൾ എത്രയാണ് കൊടുക്കാൻ പറഞ്ഞത് പവൻ? അവര് വച്ചിട്ടുള്ള കണക്ക് അവിടെ ഉണ്ട്, അവരേലും ഉണ്ട്, എന്റെ കയ്യിലും ഉണ്ട്. അത് കണക്കാക്കിയുള്ള കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, ആ കണക്കിലുള്ള കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കൊടുക്കുന്നില്ലാണെന്നാണ് അവരിപ്പം പറയുന്നത്. ആര് പറയുന്നത്? മറ്റേ ആ സ്ത്രീ പറയുന്നത്. അത് എല്ലാം ക്ലിയർ ചെയ്ത് എഴുതി ക്ലിയർ ചെയ്ത് ഇവിടെ കൊണ്ട് പൈസ അടങ്ങി ഗോൾഡ് കൊടുക്കാൻ സാറ് പറഞ്ഞു, ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ കേസാണ്. അവര് വന്നില്ല, വാങ്ങിയില്ല. അല്ല, ക്ലിയർ ചെയ്ത് ഇവരിപ്പം പത്രസമ്മേളനം വിളിക്കാൻ വന്നിട്ടുണ്ടല്ലോ. എന്താണ് നിങ്ങൾ നോക്കണം, അത് ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യുക. ഇതാണ് കേസ്. അല്ല, അവരെന്തൊക്കെയാണ് അവിടെ വെച്ചത് ഉരുപ്പടി? അവർ വെച്ച ലിസ്റ്റ് അവരെല്ലാം ഉണ്ടല്ലോ. ഇവര് DSPക്ക് SP എല്ലാം പരാതി കൊടുത്തതാണ്, അവിടെ എല്ലാം പോയല്ലോ. പോയി. അപ്പൊ നിങ്ങൾ കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. കൊടുക്കാതിരിക്കാൻ തോന്നുന്നത്, കൊടുക്കാതിരിക്കാൻ പണയം വെച്ചുള്ള കൊടുക്കാതിരിക്കും ആരെങ്കിലും. അല്ല, പിന്നെ എന്തിനാണ് അവര് പരാതി കൊടുത്തത്? ഇവര് പരാതിയുള്ള സ്ഥലങ്ങളില്ല, പിന്നെ ഇത്ര സ്ഥലത്ത് പോയിട്ട് അവർക്ക് നീതി കിട്ടാത്ത കാര്യം എന്താണ്? കേട്ടില്ല. ഇത്ര സ്ഥലത്ത് പോയല്ലോ അവര്. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൊടുക്കാല്ലേ പറയുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യം തന്നെ എല്ലായിടത്തും പറയുന്നത്, എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. അവരിപ്പോ പറയുന്നത് അവിടെ ചെല്ലുമ്പോ നിങ്ങൾ അവര് വെച്ച പിന്നെ ഉരുപ്പടി എല്ലാം കാണിച്ചു കൊടുക്കുന്നതാണ്. അത് ശരി. എന്താണെങ്കിൽ അന്വേഷിച്ച് ചെയ്യുക. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ അന്വേഷിക്കുക, അന്വേഷിച്ചിട്ട് മാത്രം ചെയ്യുക കാര്യങ്ങൾ. ഓക്കെ. തിരുവനന്തപുരം വിതുരയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ 35ഓളം പവൻ സ്വർണം ഒരു യുവതി പണയം വെക്കുന്നു. പിന്നീട് പലിശ സഹിതം അടച്ചു കഴിഞ്ഞിട്ടും ഇപ്പോൾ പണയ വസ്തുക്കൾ തിരികെ ലഭിക്കുന്നില്ല എന്നുള്ള ഗുരുതര ആരോപണവുമായിട്ടാണ് ഇപ്പോൾ സീരിയൽ താരം ആമി എന്ന് വിളിക്കുന്ന മഞ്ജു വന്നിരിക്കുന്നത്. എന്തായാലും മഞ്ജു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്തായിരുന്നു സംഭവം, എപ്പോഴായിരുന്നു പണയം വെച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മളോട് മഞ്ജു സംസാരിക്കും. നമ്മൾ 2000 തൊട്ടാണ് പണയം വയ്ക്കാൻ തുടങ്ങിയത്. എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഫിനാൻസ്. വിതുര കൊപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂൾ ജംഗ്ഷൻ അടുത്തായിട്ടാണ് ഈ ഫിനാൻസ് വരുന്നത്. നമ്മൾ 2000 തൊട്ട് 2024 ജനുവരി മാസം വരെ ഈ കടയുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. നമ്മളവിടെ പണയം വെച്ച് ലാസ്റ്റ് 2023 കഴിഞ്ഞു 24 ജനുവരി മാസം അടുപ്പിച്ചാണ് ഞാനൊരു മാല ലാസ്റ്റ് ഫുൾ പലിശ അടച്ച് 16,000 രൂപ ലാസ്റ്റ് പലിശ ഇനത്തിൽ കൊടുക്കാനുള്ളതും കൊടുത്തിട്ടാണ് ഈ മാല ഞങ്ങൾ തിരിച്ചെടുക്കുന്നത്. അതിനുശേഷം ഞാൻ ആ സമയത്തെ ഞാൻ അയാളടുത്ത് പറഞ്ഞത് എനിക്ക് ഉടനെ തന്നെ ഉരുപ്പടിയെല്ലാം എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്, എനിക്ക് അതുകൊണ്ട് ഞാൻ പൈസ റെഡിയാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. ഈ 2022 ഈ സംഭവമൊക്കെ കഴിഞ്ഞ ശേഷം ഇതിന് മുമ്പ് 2022 ഞങ്ങളുടെ പിന്നെ വീട് വൃത്തിയാക്കലിൻ്റെ ഭാഗമായിട്ടെന്നാണ് ഞാൻ പെറ്റീഷനിൽ കൊടുത്തേക്കുന്നത്. പക്ഷേ ഒരു മോഷണം നടന്ന സമയത്ത് മൊബൈൽ, ഞങ്ങളുടെ ഈ അലമാര, ഇതെല്ലാം വീട്ടിൽ ഫുള്ള് സാധനം മോഷണം പോയി. അപ്പോൾ ഞങ്ങളത് നെടുമങ്ങാട് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ 2 EMI കൊടുത്തിട്ടുണ്ട്, എല്ലാ സംഭവം കൊടുത്ത് ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന ഇത്ര പവൻ്റെ ഉരുപ്പടിയുടെ തെളിവുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടേക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഈ 2022 ഈ പിന്നെ റെസിപ്റ്റുകൾ നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിന് ശേഷം ഇയാൾ നമുക്ക് ഒരുമിച്ചാണ് 2000 തൊട്ട് 2023 വരെയുള്ള ഉരുപ്പടിയുടെ ലിസ്റ്റ് ഒരുമിച്ചാണ് പലിശ നമുക്കൊരു റെസിപ്റ്റിൽ ഇങ്ങനെ ഒരുമിച്ച് തരും. ഇപ്പം നമ്മൾ 2022 നമ്മളിപ്പോൾ പലിശ അടയ്ക്കുവാണ്. ഈ ലാസ്റ്റ് ഇയാൾ ഇത്ര രൂപ നമ്മളിത് വാങ്ങിച്ചെന്ന് എഴുതൂല, താഴെ 2020 ഇപ്പം തൂക്കം തുക പലിശ ഇങ്ങനെയാണ് താഴെ അറ്റം വരെ എഴുതി, താഴെ 2022 2 വര മാത്രം വരും. ഇനി ഇതിനങ്ങോട്ടുള്ള നിങ്ങൾ തന്നാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ വിടും. ഇങ്ങോട്ട് 2022 തൊട്ട് ഇങ്ങോട്ട് ഈ റെസിപ്റ്റ് കളഞ്ഞതിന് ശേഷം ഞങ്ങൾ ചെല്ലുമ്പം ഇപ്പോൾ 2025
ഈ 1,00,000 രൂപ ഉരുപ്പടിക്കായത്. പക്ഷേ പലിശ 32,000 രൂപയുടെ ഈ റെസിപ്റ്റ് കളഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് തന്ന ഇതിൽ തുക കറക്റ്റായിരുന്നു. ഈ പലിശ മാത്രമേ അയാൾ കൂട്ടി എഴുതിയിട്ടുള്ളായിരുന്നു. പക്ഷേ 2023 ഞങ്ങൾക്ക് പലിശ അടയ്ക്കാൻ വേണ്ടി അയാൾ തന്ന റെസിപ്റ്റിൽ 32,000 രൂപയുടെ മാല 37,000 രൂപ, 5,000 രൂപയുടെ മാല 10,000 രൂപ, അങ്ങനെ. അത് കഴിഞ്ഞിട്ട് 4 പവൻ്റെ ഉരുപ്പടി 1 ഗ്രാം, 2 പവൻ്റെ മാല ഫുള്ള് 1 ഗ്രാം, എല്ലാം 1 ഗ്രാം 2 ഗ്രാം ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ സംസാരം 2022 തൊട്ട് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ട് സംസാരം 23 സംസാരവും പ്രശ്നവുമായിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. ഈ ഒരു വർഷം വരെ, ഈ 2024 മെയ് 21-ാം തീയതി ഞാൻ കേസ് കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ വരെയും ഇത് സംസാരിച്ച് ഒതുക്കി ക്ലിയർ ചെയ്ത് ഫയലും കമ്പ്യൂട്ടർ നോക്കി നമുക്ക് എടുക്കാമെന്നുള്ള തീരുമാനത്തിലായിരുന്നു. പക്ഷേ ഇയാളൊരു കാരണവശാലും ഇത് നമുക്ക് തരില്ല എന്നുള്ളൊരിതായി. അപ്പോൾ ഞാൻ ഒരു ജുവല്ലറി കടക്കാരനെ വിളിച്ചുകൊണ്ട് വന്ന്, ചേട്ടാ ഇത് കണ്ടോ, ഇത്രയും തുക കൂട്ടി എഴുതിയിരിക്കുകയാണ്, ഈ ഉരുപ്പടിയുടെയൊക്കെ തുക കൂട്ടി. അപ്പോൾ അയാൾ വന്ന് ഇയാളെ ചോദ്യം ചെയ്തു, നിങ്ങൾ എന്തിനാണ് ഇത്രയൊക്കെ ഇങ്ങനെ എഴുതുന്നത്, ഇതിപ്പോൾ ഇത് നടക്കുന്ന കേസല്ല, കൊണ്ട് കേസ് കൊടുന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ടാണ് ഞാൻ 2024 മെയ് 21-ാം തീയതി വിതുര സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. കംപ്ലയിൻറ്റ് കൊടുത്തു. പോലീസ് ഇയാളെ വിളിപ്പിച്ചപ്പം ഇയാൾ വന്നത് 1 മാസം കഴിഞ്ഞിട്ടാണ്. ഈ വിളിപ്പിച്ച സമയത്തൊന്നും അതിന് എനിക്ക് തോന്നുന്നു ഈ ഞാൻ മെയ് 21-ാം തീയതി രാവിലെ ഇയാൾ കടയിൽ പോകുന്നു, ഒന്നുകൂടെ അവസാനമായിട്ട് ഒന്നുകൂടെ സംസാരിച്ച് നോക്കാമെന്ന് പറയും. ആ പോയ സമയത്ത് ആണ് ഞാൻ പെട്ടെന്ന് ഇയാൾ ഈ ഇത് തന്നതിൽ ഞാൻ പറഞ്ഞു 32,000 രൂപയുടെ മാല എങ്ങനെ 37,000 ആയത് ചോദ്യം ചെയ്തു സംസാരമായപ്പോൾ അവിടെ ഇരുന്ന സ്റ്റാഫ്, ഞാനിപ്പോൾ തന്നെ കമ്പ്യൂട്ടറിൽ അടിച്ച് നോക്കാം എന്ന് പറഞ്ഞ് കമ്പ്യൂട്ടറിൽ അടിച്ചപ്പോൾ 32,000 തന്നെയാണ്. അപ്പോൾ തന്നെ ഞാൻ ലൈവ് ഇട്ടിട്ട് ഞാൻ പറഞ്ഞു, ഇന്ന കടയിൽ ഇന്നതുപോലെയാണ് സംഭവം, ഇവിടെ കൊണ്ടുവന്ന് ഉരുപ്പടി വയ്ക്കുന്നവർ സൂക്ഷിക്കണം, ഇങ്ങനെ റെസിപ്റ്റ് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഞാനിപ്പോൾ ഇങ്ങനെ കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലൈവ് ഇട്ട് ഇത് ഇയാൾ ആ കമ്പ്യൂട്ടറിൽ 32,000 രൂപ കണ്ടിട്ടും ഇയാൾ 37 തന്നെ നമ്മളത് തർക്കിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എനിക്ക് മനസ്സിലായി കിട്ടില്ല. ഞാൻ പിന്നെ നേരെ കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുത്ത് 1 മാസം കഴിഞ്ഞ് 2024 മെയ് 21-ാം തീയതി കംപ്ലയിൻറ്റ് കൊടുത്ത് റെസിപ്റ്റ് തരുന്നത് തന്നെ ഈ രാജേഷ് എന്ന് പറഞ്ഞ ഈ പ്രതി വരുന്നതിൻ്റെ അന്നത്തെ റെസിപ്റ്റാണ് എനിക്ക് കിട്ടണത്. രാജേഷ് വന്നു, പിറ്റേ മാസം വന്നു, CI സാർ ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ അവിടെ വെച്ചിട്ടാണ് പറയണത് ഉരുപ്പടി ലേലം വിളിച്ചെന്ന്. അപ്പോൾ ഈ പലിശ അടച്ച റെസിപ്റ്റും കൊണ്ടുപോയാൽ ഞാൻ ഇയാളത്തെ സ്റ്റണ്ട് ഉണ്ടാവണത് തന്നെ. അപ്പോൾ ഞാൻ സാറേ ഇതുവരെ പലിശ അടച്ച റെസിപ്റ്റ് നമ്മളെ കയ്യിൽ ആ ഒറ്റ റെസിപ്റ്റും ഒരു മാലയുടെ ഒരു AC നമ്പറും അഡ്രസ്സും കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ അയാളോട് പറയണം. അപ്പോൾ ലേലം വിളിച്ചതിൻ്റെ തെളിവുകൾ കാണിക്കാൻ പറഞ്ഞു. അയാളുടെ കയ്യിൽ യാതൊന്നുമില്ല. ഇതിൻ്റെ പേരെന്തായിരുന്നു? അയാളുടെ പേര് രാജേഷ് എന്നാണ്. അപ്പോൾ തെളിവുകളൊന്നും അയാളുടെ കയ്യിലില്ല. അപ്പോൾ ലാസ്റ്റ് അയാൾ ഈ റെസിപ്റ്റ് ഈ ലേലം വിളിക്കുമ്പോൾ ഇവരെ അറിയിക്കണമെന്നുള്ള ഒരു നിയമമുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് അറിയിച്ചില്ല എന്ന് വെച്ചാൽ പറഞ്ഞു, ഞാൻ 2022 അറിയിച്ചു സാറേ എന്ന് പറയും. 22 എങ്ങനെ അറിയിച്ചു എന്ന് വെച്ചപ്പോൾ ഒരു 24 വരെ പലിശ അടച്ച ഇത് നമ്മളെ കയ്യിലുണ്ട്, 23 അടച്ചതൊക്കെ നമ്മളെ കയ്യിലുണ്ട്. അയാളൊരു ഇമെയിൽ ഇല്ലൻ്റ് എടുത്ത് കാണിച്ചു. ആ ഇമെയിൽ ഇല്ലൻ്റിൽ കുറച്ച് നമ്പറുകൾ കിടപ്പുണ്ട്. അപ്പോൾ CI സാർ വെച്ച് ഇതെന്താ ഈ നമ്പർ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഇത് എല്ലാ ഉരുപ്പടിയിലെ AC നമ്പർ. അപ്പോൾ സാറ് പറഞ്ഞു ഇതിപ്പോൾ എനിക്ക് ഇത് മനസ്സിലാവുന്നില്ല, കുറേ നമ്പറുണ്ട്, നിങ്ങളിപ്പോൾ ഇത് വിവരിച്ചു കൊണ്ടുപോവാ, ഏതൊക്കെ AC നമ്പറിൽ എന്തൊക്കെ ഉരുപ്പടികളാണ് വെച്ചേക്കുന്നതെന്ന് വിവരിച്ചുകൊണ്ട് പറഞ്ഞു. ഇയാൾ വിവരിച്ച് എഴുതിക്കൊണ്ട് വന്നതിലും 32,000 രൂപയുടെ മാല 37,000 എല്ലാം ഓരോ ഗ്രാം. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഇതിപ്പോൾ AC നമ്പർ ഫുള്ളുണ്ടല്ലോ, അപ്പോൾ ഇത് കമ്പ്യൂട്ടർ പരിശോധിച്ച് എനിക്ക് ഫയലുണ്ട്, കമ്പ്യൂട്ടറുണ്ട്, നമുക്കിപ്പോൾ 2 റെസിപ്റ്റിൽ ഒരു റെസിപ്റ്റ് നമ്മൾ ഒപ്പിട്ട് വാങ്ങിക്കുന്നു, ഒരു റെസിപ്റ്റ് ഈ ഫയലിൽ സൂക്ഷിക്കും. അത് പോയിട്ട് അയാളുടെ ഈ റെസിപ്റ്റിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ കയ്യിൽ നിന്നും റെസിപ്റ്റ് നഷ്ടപ്പെട്ടു പോയാൽ ബോണ്ട് എഴുതി കൊടുത്ത് ഉരുപ്പടി കൈപ്പറ്റുക, 100 രൂപയുടെ ബോണ്ട് പത്രം എഴുതി കൊടുക്കുക. അപ്പോൾ ഞാൻ അതും എഴുതി കൊടുത്തു. ബോണ്ട് എഴുതി കൊണ്ടുവന്ന് ഇയാളെ കൈ കൊടുത്തിട്ട് ഇയാൾ അത് വാങ്ങിച്ചവിടെ വെച്ചതല്ലാതെ ഉരുപ്പടി തരാൻ ഇതല്ല. അപ്പോൾ സാറ് പറഞ്ഞ് ഇത് വിവരിച്ചു കൊണ്ടുവന്നപ്പോൾ ഞാൻ സാറെ കമ്പ്യൂട്ടർ പരിശോധിച്ചിട്ട് തൂക്കം കുറച്ചും തുക കൂട്ടിയാണ് എഴുതിയേക്കണം, കമ്പ്യൂട്ടറും ഫയലും പരിശോധിക്കാൻ പറഞ്ഞു. കമ്പ്യൂട്ടറും ഫയലും പരിശോധിക്കണമെന്നൊക്കെ പറഞ്ഞ് ഫയൽ കൊണ്ടുവരാൻ പറഞ്ഞത് വീണ്ടും 1 മാസം കഴിഞ്ഞ് ഫയൽ കൊണ്ടുവന്നപ്പോൾ ഫയലിലൊന്നുമില്ല, ഫയൽ ഫുള്ള് നശിപ്പിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനറിയാതെ ഈ കേസ് ക്ലോസ് ചെയ്തു. എൻ്റെ അടുത്ത് പറയുക ചെയ്ത കേസ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇയാളെ വക്കീൽ വിളിച്ച് പറയുകയാണ്, എനിക്ക് വഴങ്ങി തന്നാൽ ഞാൻ ഈ ഉരുപ്പടി മൊത്തവും തരാം, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ തൂക്കവും തുകയും കറക്റ്റാണോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു തൂക്കവും തുകയും കറക്റ്റ് അല്ല എന്നുള്ള കാര്യം ഞാൻ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്, സാറ് വേണമെങ്കിൽ അവിടെ ചെന്ന് സ്റ്റേഷനിലൊന്ന് തിരക്ക്, ഈ ഉരുപ്പടിയുടെ തൂക്കം മൊത്തം കുറച്ച് 1 ഗ്രാം എന്ന് ഫുള്ള് എഴുതി വെച്ചിട്ടുണ്ട്, ഈ ഉരുപ്പടി ഇപ്പോൾ 32,000 എന്നുള്ള 37,000 32,000 ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ ക്ലിയറായിട്ട് അവിടെ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്, അന്വേഷിക്കാൻ പറഞ്ഞു. ഇയാളിങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും കൊണ്ടുവന്ന് അടുത്ത് SI സാറിന് കംപ്ലയിൻറ്റ് കൊടുക്കണം. CI സാർ മാറിപ്പോയി, കാരണം ഇലക്ഷൻ സമയത്താണ്. SI സാറിന് കംപ്ലയിൻറ്റ് കൊടുത്തപ്പം ഈ കമ്പ്യൂട്ടർ പരിശോധിക്കാൻ വേണ്ടി അവിടുന്ന് ആരൊക്കെ പോയ സമയത്ത് പോയി എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല,
കമ്പ്യൂട്ടറിൽ ഒന്നുമില്ല എന്നാണ് ഇവർ പറയുന്നത്. കമ്പ്യൂട്ടറിലൊന്നുമില്ല, ഫയലിലൊന്നുമില്ല. പിന്നെ ഞാൻ വീണ്ടും DYSPക്ക് കേസ് കൊടുക്കണം, നെടുമങ്ങാട്. കമ്പ്യൂട്ടർ പരിശോധിച്ചോ ഇല്ലയെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് തെളിവില്ല. കമ്പ്യൂട്ടർ പരിശോധിക്കാൻ നെടുമങ്ങാട് DYSP വിട്ട പോലീസ് വന്ന് പറഞ്ഞു കമ്പ്യൂട്ടർ ഫുള്ള് ഡിലീറ്റ് ചെയ്തു. ആദ്യഘട്ടത്തിൽ എവിടെയായിരുന്നു പരാതി നൽകിയത്? ആദ്യം വിതുര സ്റ്റേഷനിലാണ്. നമ്മൾ വിതുര സ്റ്റേഷനിൽ ഇലക്ഷൻ സമയത്ത് വന്ന CIക്കാണ് ആദ്യം ഞാൻ പരാതി കൊടുക്കുന്നത്. CI സാറാണ് ഈ ഫയൽ എടുപ്പിച്ചതും ഇയാളടുത്ത് ചോദ്യം ചെയ്തതും. അപ്പോഴും സാറ് പറഞ്ഞു ഈ തെളിവുകളെല്ലാം എൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പറഞ്ഞു. എന്താണ് ഈ വിവരിച്ച് കൊണ്ടുവന്നതും ഈ പോസ്റ്റ് ഓഫീസിലിരും ഇയാൾ തരില്ല, ഇയാൾ ബലം പിടിക്കുകയാണ്. അപ്പോൾ സാറ് പേപ്പർ ഇങ്ങോട്ട് പിടിക്കുന്നു, ഇയാൾ അങ്ങോട്ട് പിടിക്കുന്നു. അപ്പോൾ ലാസ്റ്റ് സാറ് പറഞ്ഞ് എത്രയും പെട്ടെന്ന് മൊബൈലിൽ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് എടുത്തോളാൻ പറഞ്ഞു. ഞാനങ്ങനെ മൊബൈലിൽ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് എടുത്തിട്ടാണ് ഇപ്പോൾ കോപ്പിയെല്ലാം ഞാൻ കൊണ്ടുവന്നത്. അയാൾ സ്റ്റേഷനിൽ കൊണ്ടുവന്നതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് എടുത്ത് അതിൻ്റെ കോപ്പി ഞാൻ ഇപ്പോൾ എല്ലായിടത്തും ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ കോപ്പിയാണ് ഇപ്പോൾ ഹാജരാക്കുന്നത്. ഒറിജിനൽ പേപ്പർ ഞങ്ങളുടെ കയ്യിൽ അയാൾ തരുന്നില്ല. ഈ പോസ്റ്റ് ഓഫീസിൽ നിന്ന് അയച്ചു എന്ന് പറയുന്ന ആ ഒരു സീലടിച്ച പേപ്പർ ഈ നിമിഷം വരെ നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല അയാൾ. എന്തായാലും ഞാനിപ്പോൾ 35 ഉരുപ്പടിയുടെ ഒരു നോട്ടീസ് വരുമ്പോൾ ഞാൻ ഒപ്പിട്ടത് തിരിച്ചു കൊടുക്കൂല. അതുപോയിട്ട് ഇത് വരേണ്ട സമയമായിട്ടില്ല. 9/2/2022 നമുക്ക് സീലടിക്കുന്നു. പിറ്റേന്ന് 10/2/2022 എങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടും? പിറ്റേന്ന് എങ്ങനെയാണ് ലേലം വിളിച്ചു എന്ന് പറയണം? പലിശ അടച്ചു എന്നതിൻ്റെ തെളിവ് പല തെളിവുകളും അവിടെ ആയിട്ടുണ്ട്. ഈ ഉരുപ്പടി കുറച്ചധികം നമ്മൾ എടുത്തതിൻ്റെ തെളിവുണ്ട് 23-ൽ. അപ്പോൾ അതുവരെയുള്ള പലിശ അടച്ചാലല്ലേ നമുക്ക് ഉരുപ്പടി എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ 11,600 രൂപയ്ക്കാണ് ഈ കൊലുസ്, കമ്മൽ, മാല ഇതെല്ലാം നമ്മൾ പണയം വെച്ചേക്കണം. അതിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ നമ്മൾ എടുത്തിട്ടുള്ളത് 6,500 രൂപ അടച്ചിട്ടാണ് നമ്മൾ കുറച്ച് സാധനം എടുത്തേക്കണം. ഇനി 5,500 രൂപ നമ്മൾ അടയ്ക്കാനുണ്ട്. പക്ഷേ അയാൾ ഈ എടുത്ത സംഭവമാണ് SCAയുടെ കയ്യിൽ കൊണ്ടുവന്ന് നമ്മൾ എടുക്കാനുള്ളതായിട്ട് 6,500 രൂപ നമ്മൾ ഇനി അടച്ചെടുക്കാനുള്ളതെന്ന് പറഞ്ഞിട്ടാണ് തുക. ഞാൻ സാറേ ഇല്ല, ഇത് എടുത്ത റെസിപ്റ്റാണ്. അപ്പോൾ എടുത്ത റെസിപ്റ്റ് ഒരു 2-3 റെസിപ്റ്റ് എടുത്തത് അയാൾ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. 2003-ലാണ്. പക്ഷേ അതിലൊരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ വെച്ച ഡേറ്റാണ് അവിടെ കൊണ്ടുവന്നേക്കണം. എടുത്ത ഡേറ്റോ റെസിപ്റ്റോ കയ്യിലില്ല. നമ്മളിപ്പോൾ പലിശ അടച്ചു, അയാൾ പലിശ അടച്ചില്ല നമ്മുടെ കള്ളം പറഞ്ഞത് കൊണ്ടാണ് ഈ 23-ന് നമ്മൾ എടുത്തേക്കുന്ന കുറച്ച് അതിലൊരു 3-4 സെറ്റുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ 23 വരെ എടുത്ത റെസിപ്റ്റ് കൊണ്ടുവരാത്ത എന്താ? പലിശ അടച്ചേക്കുന്നു എന്ന തെളിവാണ്. പക്ഷേ നമ്മൾ എടുത്തു എന്ന് അയാളോട് പറയുന്നുണ്ട്. നമ്മൾ വെച്ച ഡേറ്റ് 2018-ലാണ് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ എടുത്ത ഡേറ്റ് 2018 വെച്ചേക്കുന്നത് എല്ലാ റെസിപ്റ്റിലും. 20-ലാണ് നമ്മൾ വെച്ചിട്ടുള്ളതെങ്കിൽ 2020-ആണ് അതിൽ എടുത്ത ഡേറ്റ് വെച്ചേക്കുന്നത്. പക്ഷേ ഇതൊന്നും പോലീസ് കൃത്യമായിട്ട് നോക്കേ, അല്ലെങ്കിൽ പോലീസ് അയാളെ ചോദ്യം ചെയ്യണം. ഇതിപ്പോൾ 2018-ൽ വെച്ച സാധനം എങ്ങനെ 2018-ൽ ആ തീയതി തന്നെ എപ്പോൾ എടുത്തോന്ന് ചോദിച്ചിട്ടില്ല. അതുപോലെ ലേലം വിളിച്ചതിൻ്റെ റെസിപ്റ്റുകൾ ഇല്ല എന്ന് ഇപ്പം മേലുദ്യോഗസ്ഥർ ഇപ്പോൾ SP, DYSP, DGP ഇത്രയും മുഖ്യമന്ത്രി, കളക്ടർ ഓഫീസ് ഇത്രയിടത്ത് ഞാൻ കേസ് കൊടുക്കുമ്പോൾ ഈ നമ്മൾ വിതുര സ്റ്റേഷനിൽ നെടുമങ്ങാടാണ് ഇതിൻ്റെ അന്വേഷണം. നമ്മളിപ്പോൾ എവിടെയാണോ കേസ് അന്വേഷിക്കുന്ന അവർക്ക് ഇവർ ചോദ്യം ചെയ്യും. ഇതിൻ്റെ അന്വേഷണം അങ്ങോട്ട് അയക്കാൻ പറയുമ്പോൾ ഇവരയക്കുന്ന തെളിവില്ലെന്നാണ്. അപ്പോൾ ഈ പ്രതിയുടെ കയ്യിൽ നിന്നും CA വാങ്ങിച്ച തെളിവ് കള്ളത്തെളിവാണെന്ന് ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് തെളിഞ്ഞേക്കാണ്. കാരണം എന്ന് വെച്ചാൽ 32,000 രൂപയ്ക്ക് ഞാൻ വെച്ച മാലയുടെ റെസിപ്റ്റ് എനിക്ക് കിട്ടിയിരിക്കുകയാണ്, പഴയത്. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ ഈ പോലീസ് അന്വേഷണത്തിന് പോയിട്ട് ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രിൻ്റ് എന്നും പറഞ്ഞ് എനിക്ക് കൊണ്ട് തന്നു മാലയുടെ റെസിപ്റ്റ്. അതിൽ കിടക്കുന്ന AC നമ്പറും എൻ്റെ കയ്യിൽ കിട്ടിയ AC നമ്പറും ഒന്നാണ്. പക്ഷേ ഇയാൾ CAയുടെ കയ്യിൽ ഏൽപ്പിച്ച AC നമ്പർ തെറ്റാണ്. ഒറിജിനൽ AC നമ്പർ എഴുതി വെട്ടിയിട്ട് അതിൻ്റെ അയാളൊരു കള്ള AC നമ്പർ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഫുള്ള് AC നമ്പർ തെറ്റാണ്. അതാണ് പോലീസുകാർ ഇത്രയും ധൈര്യമായിട്ട് തെളിവില്ല എന്ന് ഇവർ ഇങ്ങനെ പറയണമെന്ന്. ഇത്രയും തെളിവുകൾ അവർ കയ്യിൽ മാറ്റി വെച്ചിട്ട് മേലുദ്യോഗസ്ഥരെടുത്ത് തെളിവില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവരും അതിൽ കൂട്ടുണ്ടായിരിക്കും. കാരണം ഇത് കള്ള തെളിവുകളാണ് ഈ തന്നേക്കുന്നതെന്ന് അവർക്കറിയാമായിരിക്കും. അവരുടെ വക്കീൽ തന്നെ പറയില്ല, ഇവർ കൈക്കൂലി വാങ്ങിച്ചു കേസ് ക്ലോസ് ചെയ്ത് കേസ് കോടതി വിടാൻ, നിങ്ങളൊന്ന് മൊഴി കൊടുത്താൽ കോടതി വിടാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഓപ്പറേഷൻ്റെ വക്കീലാണ്. അമ്മ വർഷങ്ങളിലായിട്ട് കിടപ്പിലാണ്, 2 പെൺമക്കളാണ്. ഞാൻ ഓപ്പറേഷൻ്റെ വക്കീലാണ്. എനിക്ക് വേണ്ടി സംസാരിക്കാനോ പോവാനോ ഇതിന് വേണ്ടി ഒന്ന് തർക്കി ഇപ്പോൾ അയാൾ കൊട്ടേഷൻ കൊടുത്തേക്കാണ്. അതെനിക്ക് അത്യാവശ്യമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു 9 മാസങ്ങൾക്ക് മുൻപാണ് ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, നിങ്ങൾ ഒരുപാട് സൂക്ഷിക്കണം, നിങ്ങൾ ഈ ഉരുപ്പടിയുടെ കേസ് വേണ്ടി ഇപ്പം നമ്മളടുത്ത് ചർച്ച ചെയ്തതേ ഉള്ളൂ, കൊലപ്പെടുത്താനുള്ള ചർച്ച നടന്നതേ ഉള്ളൂ, നിങ്ങൾ ഇനിയും ഈ കേസുമായിട്ട് മുമ്പോട്ട് പോവുകയോ അയാളുടെ കടയിൽ ചെന്ന് ശല്യം ചെയ്യുകയോ ചെയ്താൽ നിങ്ങളെ തീർക്കും, അത് ഉറപ്പാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ രണ്ടാമത് ഞാൻ വീണ്ടും അയാളെ കടയിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ എൻ്റെ ഉരുപ്പടി 35 ഉരുപ്പടി എന്ന് വെച്ചാൽ എൻ്റെ 5 വയസ്സ് മുതൽ എൻ്റെ അമ്മ ഗൾഫിലാണ്. ഞങ്ങൾക്ക് 2 മക്കളായി. ഇപ്പോഴാണ് എൻ്റെ അമ്മ ഒരു 9 വർഷം കൊണ്ടാണ് ഈ കിടപ്പിലായത്. അപ്പം ഞാൻ ഇനി ആ കടയിൽ കയറി, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഉരുപ്പടിക്ക് ഒരു തീരുമാനം ഉണ്ടാകുന്നവരെ ഞാൻ അയാളുടെ കടയിൽ കയറി ഇരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ വീണ്ടും ഇപ്പോൾ കൊട്ടേഷനിൽ വിളിച്ച്
എനിക്ക് കൊട്ടേഷൻ ഏർപ്പാടാക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്നെ എപ്പോൾ വേണം അയാൾ കൊലപ്പെടുത്താൻ ഉറപ്പുള്ള കാര്യമാണ്. എന്നെ എന്തെങ്കിലും മീഡിയയിൽ പറയണമെന്ന് പല ആൾക്കാരും പറഞ്ഞു. ഒരു കംപ്ലയിൻറ്റ് സ്റ്റേഷനിൽ കൊടുക്കാത്ത കാര്യം എന്ന് വെച്ചാൽ ഈ ഉരുപ്പടിയുടെ കേസിന് ഞാൻ ഒരു വർഷമായി കൊടുത്തിട്ട് ഞാൻ ഇത്രയും ഒരു വർഷം ഇറങ്ങിക്കയറി നടന്നിട്ട് ഒരു പോലീസ് പോലും ഒരു മനസാക്ഷി കാണിക്കുകയും അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടർ പരിശോധിച്ച് ഹാർഡ് ഡിസ്കിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വർഷം കൊണ്ട് ഹാർഡ് ഡിസ്ക് എടുത്ത് പരിശോധിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഹാർഡ് ഡിസ്ക് എടുത്ത് എന്തായാലും ഇയാളിപ്പോൾ കള്ള തെളിവുകളായാലും ഇയാൾ ഇപ്പോൾ ഒരു ലിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസിലെ സീലടിച്ച് ഗവൺമെൻറ് സീലാണ് അടിച്ചേക്കുന്നത്. അപ്പോൾ അത് നമ്മളാരും കൊണ്ട് കൊടുത്തതല്ല, അയാൾ തന്നെ സ്റ്റേഷനിൽ ഹാജരാക്കിയതാണ്. അപ്പോൾ ഇതിൽ കിടക്കുന്ന AC നമ്പർ പരിശോധിച്ച് ഇപ്പോൾ കമ്പ്യൂട്ടറിൽ പരിശോധിച്ച് ഫയലിലും ഉണ്ട്. ഈ രണ്ട് ഇതുണ്ട്, ഫയലും ഉണ്ട് കമ്പ്യൂട്ടറും ഉണ്ട്. ഇത് നോക്കിയിട്ട് ആ ഉരുപ്പടി എടുത്ത് തരാൻ ഇയാളെ വിളിപ്പിച്ചിട്ട് ഇതെല്ലാം നശിപ്പിച്ചു എന്ന് പോലീസുകാർ പറയണം. ഇതിലൊന്നും തെളിവുകൾ നശിപ്പിക്കണം. മേലുദ്യോഗസ്ഥർ എടുത്ത് ഇവർ പറയുന്നത് എന്താ, എൻ്റെ കയ്യിൽ തെളിവില്ലാന്ന്. അപ്പോൾ പ്രതി കൊണ്ടുവന്ന തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്, പോലീസാണ് എൻ്റെ കയ്യിൽ തന്നേക്കണം, CA ആണ് എൻ്റെ കയ്യിൽ തന്നേക്കണം ഈ തെളിവുകൾ. അപ്പോൾ ഇവർ തന്നെ എഴുതി മേലുദ്യോഗസ്ഥർക്ക് തെളിവില്ല എന്ന് എഴുതിയേക്കുന്നത് എന്തർത്ഥത്തിലെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ ഈ തെളിവുകൾ കള്ളമാണെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇതിപ്പോൾ എപ്പോൾ മുതലായിരുന്നു അവിടെ പണയം വെക്കാൻ തുടങ്ങിയത് ആ സ്ഥാപനത്തിൽ? 2000 തൊട്ടിട്ട് ഞങ്ങൾ പണയം വെക്കുകയാണ്. നമ്മളെ വീടിൻ്റെ തൊട്ട് അയൽവക്കമാണ്. ഇയാൾ നമ്മളെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഒരു കടയിട്ട്, ഒരു കുഞ്ഞു കടയിട്ടുകൊണ്ടിരുന്നത്. എൻ്റെ ആ കല്യാണ സമയത്തൊക്കെ ഇയാൾ അവിടെയാണ് കടയിട്ടിരുന്നത്. ഇപ്പോൾ ഒരു 2018 തൊട്ടങ്ങാണ്ടാണ് തോന്നുന്നു ഇയാൾ അവിടെ നിന്ന് മാറി ഈ സ്കൂൾ ജംഗ്ഷൻ്റെ അടുത്ത് പോയത്. അപ്പോൾ ഞങ്ങൾ നല്ല അടുത്ത ഉള്ള ആൾക്കാരാണ്. ഇയാൾ പൊന്നാഞ്ചുണ്ട എന്ന് പറയുന്ന സ്ഥലത്താണ് താമസം പോലും. എന്ന് വെച്ചാൽ ഈ കൊപ്പവും പൊന്നാഞ്ചുണ്ട ഒരു വലിയ വ്യത്യാസമൊന്നുമില്ല, തൊട്ടടുത്തടുത്താണ്. അപ്പോൾ ഇയാൾക്ക് നമ്മളെ കുടുംബപരമായിട്ട് അറിയാം. അമ്മ കിടപ്പിലാണ്, ഒറ്റയ്ക്കാണ്, 2 പെൺമക്കളാണ്, ഇറങ്ങി നടക്കാൻ ആരുമില്ല എന്ന് ഇയാൾക്ക് വ്യക്തമായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഇയാളിപ്പോൾ ഈ ചതി കാണിച്ചേക്കുന്നത്. ഈ ഉരുപ്പടി എടുത്ത് വിറ്റത് പലിശ അടച്ചു എന്നുള്ളതിൻ്റെ ക്ലിയർ എവിഡൻസ് നമ്മളെ കയ്യിലുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ആവശ്യം എന്താണ് നിലവിലത്തെ? ഇപ്പോൾ ഞങ്ങൾക്ക് ഇയാൾ തന്ന AC നമ്പർ കള്ളമാണെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് 2-3 ദിവസം കൊണ്ടാണ് പിടികിട്ടിയിരിക്കുന്നത്. കാരണം പഴയ ഒരു റെസിപ്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ ഈ പോലീസ് കൊണ്ടുവന്ന റെസിപ്റ്റും ഇത് ഒന്നാണ് AC നമ്പർ. അയാളപ്പോൾ ഈ ബാക്കി ഒരു നമ്പർ മാത്രമായിട്ട് ഇപ്പോൾ തെറ്റിച്ചെഴുതില്ലല്ലോ, ഫുള്ള് കള്ളമായിരിക്കാനാണ് സാധ്യത. അപ്പോൾ നമുക്കിപ്പോൾ ഈ AC നമ്പർ കള്ളമാണെന്നും ഇയാൾ എഴുതി തന്ന തൂക്കവും തുകയും മൊത്തം കള്ളത്തരമാണ്. കമ്പ്യൂട്ടർ നശിപ്പിച്ചു, ഫയൽ നശിപ്പിച്ചു. അപ്പോൾ ഹാർഡ് ഡിസ്ക് എടുത്ത് ഇതിൻ്റെ യഥാർത്ഥ തൂക്കവും തുകയും നോക്കിയിട്ട് നമുക്ക് തിരിച്ചു തരണമെന്നാണ്. കോടതിയിൽ പോകാൻ പറ്റില്ല, കാരണം ഞാൻ രോഗിയായിട്ട് ഇപ്പോൾ ഓപ്പറേഷൻ്റെ വക്കിലാണ്. ഒരുപാട് ചാരിറ്റബിളുകാരെയൊക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാം, മീഡിയയിലുള്ള എല്ലാവർക്കും അറിയാം. ഇപ്പോൾ വയ്യ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അഭിനയിക്കാൻ പോലും ഇപ്പോൾ ഒരു വർഷമായിട്ട് ഞാൻ പോകുന്നില്ല, വേദന കൊണ്ട് ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഹാർഡ് ഡിസ്ക് പരിശോധിക്കുക, എനിക്ക് എൻ്റെ ഉരുപ്പടിയുടെ യഥാർത്ഥ തൂക്കവും തുകയും നമുക്കറിയാം. പോലീസുകാർക്ക് വിശ്വാസമില്ലല്ലോ. ഇപ്പോൾ കള്ളൻ എഴുതിക്കൊണ്ട് വന്നതാണ് അവർ വിശ്വസിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത്. അവർ തന്നെ കള്ളങ്ങൾ പറയുന്നുണ്ട്. SP ഓഫീസിൽ പോയിട്ട് 6 പവനെ വെച്ചിട്ടുള്ളൂ. അതിൽ അവസാനമായിട്ടൊരു തീരുമാനം ഇവർ എന്നെ അറിയിച്ചു. DYSPയും നമ്മുടെ വിതിര SI സാറും കൂടെ ഇവരാണല്ലോ ഇപ്പം കേസ് അന്വേഷിക്കുന്നത്, ഈ 2 പാർട്ടിക്കാരും കൂടെ. ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടൊരു തീരുമാനം അറിയിക്കുന്നു എന്ന് പറഞ്ഞ് DYSP സാറിൻ്റെ സ്റ്റേഷനിൽ തന്നെ അറിയിച്ചതെന്ന് വെച്ചാൽ, നെടുമങ്ങാട് അറിയിച്ചതെന്ന് വെച്ചാൽ 3 പവൻ 6 പവൻ ഉരുപ്പടി നിങ്ങൾ വെച്ചിട്ടുണ്ട് അങ്ങനെയൊന്നും പറയുന്നില്ല. 3 പവൻ ഫ്രീ ആയിട്ട് തരാം, നിങ്ങളത് ഉള്ളത് വാങ്ങിച്ചുകൊണ്ട് പോകാൻ നോക്കി, ഇങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എനിക്ക് ഫ്രീ ആയിട്ട് വേണ്ട എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞാൽ 6 പവൻ കയ്യിലുണ്ട്, 3 പവൻ കയ്യിലുണ്ട്, 6 പവൻ്റെ ഉരുപ്പടി പെരേപ്പാടൻസിൽ നിന്ന് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. ഓക്കെ ശരിയെന്ന് പറഞ്ഞ് പെരേപ്പാടൻസിൽ എന്നെ വിളിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്നിട്ട് 3 പവൻ ഒരു മാലയും ബാക്കി 2 ലോക്കറ്റും കയ്യിലുണ്ടെന്നാണല്ലോ പറഞ്ഞത്. പെരേപ്പാടൻസിൽ ചെന്നിട്ട് ഇയാൾ പോക്കറ്റിൽ നിന്ന് ഒരു പേപ്പറിൽ നിന്ന് ഒരു മാല, ഒരു പഴയ നമ്മൾ തന്നെ ഫുൾ ഗൾഫ് സ്വർണ്ണമാണ്. ഈ നാട്ടിലെ സ്വർണ്ണം പറഞ്ഞാൽ എന്നെ താലി കെട്ടിയ ഒരു ലോക്കറ്റും ഉണ്ട്. ഞാൻ പെരേപ്പാടൻസിൽ നിന്ന് 1/2 പവൻ്റെ മാലയും 1 ഗ്രാം ലോക്കറ്റും വാങ്ങിച്ചിട്ടുണ്ട് 2020. അതേ സ്വർണ്ണം അല്ലാതെ ഉള്ളൂ, ബാക്കി ഫുള്ള് ഗൾഫ് സ്വർണ്ണമാണ്. അപ്പോൾ ഇയാൾ ഈ മാല എടുത്തപ്പോൾ തന്നെ ഒരു കറുത്ത ഒരു നമുക്ക് അറിയില്ല. അയാൾ ഒന്നിലിപ്പോൾ എൻ്റെ സ്വർണ്ണം ഇപ്പോൾ ഇതുപോലെ അപകരിച്ച് വെച്ചേക്കുന്നത് പോലെ വേറെ ആർക്കുള്ളതിന് സ്വർണ്ണം കട്ടതോ മോടിച്ചതോ ഒന്നും നമുക്കറിയില്ലല്ലോ. നമ്മുടെ സ്വർണ്ണമല്ല, 21.7 ഇയാൾ ഈ മാലയ്ക്ക് എനിക്ക് തൂക്കം ഇട്ടേക്കുന്നത്. 3 പവൻ്റെ മാലയാണ് നമ്മൾ വെച്ചത്, ഇയാൾ തൂക്കം ഇട്ടേക്കുന്നത് 21.7. അത് ആ തൂക്കം വരാൻ വേണ്ടിയിട്ട് ഇയാൾ ആരുടെയോ മാല, അത് സ്വർണ്ണമാണോ എന്ന് നമുക്കറിയില്ല, ആരുടെയോ മാല വെട്ടി ഞുറുക്കി പീസാക്കി 21.7 ആക്കാൻ വേണ്ടിയിട്ട് പെരേപ്പാടൻസിൽ കൊണ്ടുവന്നതാണ്, കഷ്ണങ്ങളാക്കിയിട്ട്. ഇത് തൂക്കി നോക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താണെന്ന് ചോദിച്ചു. അത് എൻ്റെ നിങ്ങളുടെ പറഞ്ഞു, ഇത് എൻ്റെ മാലയല്ല, എൻ്റെ മാല അല്ലാത്തടത്തോളം കാലം നിങ്ങളിനി വൈഡൂര്യം കൊണ്ടുവന്നാലും ഞാൻ വാങ്ങിക്കില്ല. ഇത് എൻ്റെ സാധനം അല്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിക്കില്ല,
എന്ന് പറഞ്ഞ് തർക്കമായപ്പോൾ തന്നെ ഇയാൾ ഇറങ്ങി ഓടി. ഇയാളല്ല വന്നത്, ഇയാളൊരു സ്റ്റാഫാണ് അവിടെ വന്നത്. ഈ സ്റ്റാഫ് അപ്പോഴും തന്നെ ആ കടയിൽ നിന്ന് ഇറങ്ങി ഓടി. സംസാരം നമ്മൾ ചോദ്യം ചെയ്തു. അപ്പോൾ അവിടെ ഫുള്ള് ക്യാമറയും കാര്യങ്ങളല്ലേ, പെരേ പാഡൽസിലെ. അപ്പോൾ ഇത് തെളിവാകും എന്നുള്ള കാര്യം ഇയാൾ. പക്ഷേ അയാളാണ് വന്നിരുന്നെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ വീഡിയോ എടുക്കുമായിരുന്നു. ഇതുപോലെ ആരുടെയോ ഒരു സ്വർണ്ണം കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉള്ളതാണെങ്കിൽ അവകാശമുള്ളവരാണെങ്കിൽ വരണമെന്ന്. കാരണം നമ്മളതല്ല എന്തായാലും. പക്ഷേ ഇയാൾ സ്റ്റാഫിനെ പറഞ്ഞു വിട്ടതുകൊണ്ട് ഞാൻ വീഡിയോ കാര്യം. പക്ഷേ ക്യാമറ അവിടെ ഉണ്ടല്ലോ, അതൊരു തെളിവാണ്. അവിടെ ഉടമസ്ഥനും കാര്യങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു. പെരേ പാഡൽസിലുള്ള മോലാളി ഉൾപ്പെടെ നിന്നാണ് ഈ മാല തൂക്കിയപ്പോഴും ഞാൻ പറഞ്ഞു ഇത് ഞങ്ങളുടെ മാല അല്ല. തൂക്കം ഇയാൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കഷ്ണങ്ങളാക്കി കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് ഹാർഡ് ഡിസ്ക് എടുത്തത് പരിശോധിച്ച് നമ്മളെ ഉരുപ്പടി തിരിച്ച് കിട്ടണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എന്തായാലും ഇയാൾ ഈ 5 പവനേ ഉള്ളൂ. ഇപ്പോൾ മറുനാടനിൽ നിന്ന് അവിടെ വാർത്ത ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഇയാളെ വിളിച്ചു, എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് മറുനാടൻ മീഡിയക്കാർ വിളിച്ചപ്പോൾ ഇയാൾ പറയുന്നു 5 പവൻ. അപ്പോൾ SP ഓഫീസിൽ SI സാറ് പറഞ്ഞിരിക്കണം 6 പവൻ. 6 പവനിൽ നിന്ന് 3 പവൻ എടുത്തു, 3 പവൻ ഫ്രീ ആയിട്ട് തരാമെന്ന്. ഓക്കെ. ഇപ്പോൾ ഈ പ്രതി ഈ മറുനാടൻ മീഡിയക്കാർ വിളിച്ചപ്പോൾ പറയുന്നത് 5 പവനേ വെച്ചിട്ടുള്ളൂ, 5 പവൻ്റെ ഉരുപ്പടിയേ ഉള്ളൂ. അത് ഇവിടെ തന്നെ ഉണ്ട്, അത് പലിശ അടയ്ക്കുകയാണെങ്കിൽ പലിശയും തുക അടയ്ക്കുകയാണെങ്കിൽ ഞാൻ ഉരുപ്പടി തരാമെന്ന്. അപ്പോൾ അത് മാല കള്ളമാണെന്നുള്ള കാര്യം നമുക്കറിയാം. പെരേ പാഡൽസ് വെച്ച് നമ്മൾ കണ്ടതാണ്, ഇറങ്ങി ഓടിയതാണല്ലോ. പിന്നെ ഇയാളെ കയ്യിൽ സ്വർണ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ മിക്കവാറും എൻ്റെ ലോക്കറ്റ്, താലി ലോക്കറ്റും ഈ പെരേ പാഡൽസിൽ നിന്ന് വാങ്ങിയ 2 കുഞ്ഞു ലോക്കറ്റ് 1 ഗ്രാം ഇത്ര അയാളെ കയ്യിൽ ഉള്ളതായിട്ടാണ് ഇപ്പോൾ അയാളെ വക്കീൽ എന്നെ വിളിച്ച് പറഞ്ഞു. ഫുള്ള് സ്വർണവും വിറ്റു. ആ വിറ്റതിൻ്റെ ഓരോ പങ്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. SIക്കും CIക്കും എനിക്കും എന്നാണ് അയാൾ പറഞ്ഞത്. 10,000 രൂപ വക്കീലിന് കൊടുത്തായിട്ട് അയാൾ പറയുന്നുണ്ട്, 5,000 രൂപ SIക്ക് കൊടുത്തെന്ന് പറയുന്നുണ്ട്, 8,000 രൂപ CIക്ക് കൊടുത്തായിട്ട് അയാൾ പറയുന്നുണ്ട്. ഇനി അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. കേസ് ക്ലോസ് ചെയ്തു, അത് കറക്റ്റാണ്. കേസ് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞത് നമുക്ക് തെളിവുണ്ട്. കാരണം എന്ന് വെച്ചാൽ കേസ് ക്ലോസ് ചെയ്ത് എൻ്റെ മൊബൈലിൽ ഈ മെസ്സേജ് വരുമല്ലോ, അപ്പോഴെനിക്ക് മനസ്സിലായി വക്കീൽ പറഞ്ഞ കറക്റ്റാണല്ലോ, കേസ് ക്ലോസ് ചെയ്തല്ലോ. പിന്നെ അയാൾക്കൊപ്പം സഹകരിച്ച എല്ലാ ഉരുപ്പടിയും നമുക്ക് തരാമെന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ട്. CI അറിയിച്ചു. CI ഇയാളെ വിളിക്കുകയോ ചോദ്യം ചെയ്യുകയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അത് DYSP ഓഫീസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സംസാരിച്ചു എന്ന്. നിലവിൽ യുവതി വിതുര സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും അവരുടെ ഭാഗത്ത് നിന്ന് യാതൊരു വിധത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല. ഈ യുവതി നിലവിൽ രോഗിയാണ്, 2 പെൺമക്കളാണുള്ളത്, അമ്മ കിടപ്പിലാണ് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും വൻ തട്ടിപ്പാണ് ഈ സ്ഥാപനത്തിൽ നടന്നിരിക്കുന്നത്. ഉടൻ തന്നെ ഈ യുവതിക്ക് നീതി ലഭിക്കണം, അല്ലാത്ത പക്ഷം കേസുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് പറയുന്നത്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.